Dear students, welcome to Learner's World. In this video, I'm going to talk about questions and answers of the poem In Kyoto and the Old Pond by Basho, Kaleidoscope for Semester, Calcutta University, Common English. In our previous video, we discussed about short answer questions. What is a haiku? എന്താണ് ഹൈക്കു? The haiku is a Japanese poetic form that consists of 3 lines with 5 syllables in the first line, 7 in the second and 5 in the third. ഹൈക്കു എന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് പോയറ്റിക് ഫോമാണ്. ടോട്ടൽ 17 സിലബിൾസ് ആണ് ഇതിലുള്ളത്. 3 ലൈൻസ് ആയിട്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. ആദ്യത്തെ ലൈനിൽ 5 സിലബിൾസ് ഉണ്ടായിരിക്കും. പിന്നീട് സെക്കൻഡ് ലൈനിൽ 7 സിലബിൾസ്, തേർഡ് ലൈനിൽ 5 സിലബിൾസ്, അങ്ങനെ ടോട്ടൽ 17 സിലബിൾസ് ആണ് ഉണ്ടാവുക. 3 ലൈൻസ് ആണ് ഹൈക്കൂന് ഉണ്ടാവുക. ഹൈക്കു ഒറിജിനേറ്റഡ് ആസ് ആൻ ഓപ്പണിംഗ് പാർട്ട് ഓഫ് എ ലാർജസ്റ്റ് ജാപ്പനീസ് പോം കോൾ രംഗ. അപ്പോൾ ഹൈക്കുവിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് രംഗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലാർജർ ജാപ്പനീസ് പോം ഉണ്ട്. അതിൻ്റെ ഓപ്പണിംഗ് ആയിട്ടാണ് ഹൈക്കു ഒറിജിൻ ചെയ്തിട്ടുള്ളത്. Originally, the haiku form was restricted in subject matter to an objective description of nature. It was suggestive of one of the seasons that evokes a definite emotional response. Basho elevated the haiku to a highly refined and conscious art. Explain nostalgia as an important theme in Kyoto. In Kyoto എന്ന് പറഞ്ഞാൽ ബാഷോയുടെ ഹൈക്കൂല് നൊസ്റ്റാൾജിയ ഒരു ഇമ്പോർട്ടൻറ്റ് തീമായിട്ട് വരുന്നുണ്ട്. അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നൊസ്റ്റാൾജിയ ആസ് ആൻ ഇമ്പോർട്ടൻറ്റ് തീം ഇൻ Kyoto by Basho. It is a haiku that expresses a sense of longing and nostalgia for the city of Kyoto. Here the poet is already in Kyoto, but the cuckoo's call evokes a sense of nostalgia for home. This longing could be for an imagined home, a lost past, or an unattained ideal. അപ്പോൾ ഈ ഇൻ ക്യോട്ടോ എന്ന് പറഞ്ഞ ഹൈക്കൂല് നൊസ്റ്റാൾജി ഒരു ഇമ്പോർട്ടൻറ്റ് തീമായിട്ട് വരുന്നുണ്ട്. നമ്മുടെ പോയറ്റ് ഓൾറെഡി ക്യോട്ടോയിൽ തന്നെയാണ് ഉള്ളത്. പക്ഷേ എന്നാലും ക്യോട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിറ്റിനോട് ഒരു നൊസ്റ്റാൾജിയ, ഒരു ലോങ്ങിങ് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. കുക്കുവിൻ്റെ സോങ് കേൾക്കുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിന് ആ ഒരു ക്യോട്ടോ ഒന്ന് ഓർമ്മ വരികയാണ്. അതായത് ഒരു ഹോമിലേക്കുള്ള ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈ ഒരു ലോങ്ങിങ് അല്ലെങ്കിൽ ഈ ഒരു നൊസ്റ്റാൾജിയ എന്ന് പറയുന്നത് മേ ബി ഒരു ഇമാജിൻ ഹോം അല്ലെങ്കിൽ ഒരു ലോസ്റ്റ് പാസ്റ്റ് ഓർ അൺഅറ്റൈൻഡ് ഐഡിയൽ ഒക്കെ ആവാമെന്നാണ് പറയുന്നത്. ഹൗ ഡസ് ബാഷോ ബ്രേക്ക് അവേ ഫ്രം ട്രഡീഷൻ ഇൻ ദ ഓൾഡ് പോണ്ട്? ഓൾഡ് പോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഹൈക്കൂല് ബാഷോ എങ്ങനെയാണ് ട്രഡീഷനെ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്? ബാഷോ ബ്രേക്സ് എവേ ട്രഡീഷൻ ഇൻ ദ ഓൾഡ് പോണ്ട് വെൻ ദ ഫ്രോഗ് ജമ്പിങ് ഇൻ ടു ദ വാട്ടർ ആൻഡ് ഡിസ്റപ്റ്റിംഗ് ദ പീസ് ഓഫ് ദ പോണ്ട് ഇൻഡിക്കേറ്റ്സ് എ ബ്രേക്ക് ഇൻ ട്രഡീഷൻ ഇൻ ഇറ്റ്സ് മെറ്റഫോറിക്കൽ സെൻസ്. അപ്പോൾ ഈ ഒരു ഹൈക്കൂല്, ഓൾഡ് പോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഹൈക്കൂല് ഫ്രോഗ് ആ ഒരു ശാന്തമായിട്ടുള്ള ആ ഒരു ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത്, ആ ഒരു ഫ്രോഗ് ജമ്പ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പീസ് നഷ്ടപ്പെടുകയാണ്. ആ ഒരു ക്വയറ്റ്നെസ്, ആ ഒരു സൈലൻസ് അവിടെ ഇല്ലാതാവുകയാണ്. അവിടെ നമ്മുടെ ബാഷോ എന്ത് ചെയ്യുന്നുണ്ട്? ട്രഡീഷനെ ബ്രേക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദ ഓൾഡ് പോണ്ട് ഓപ്പൺസ് വിത്ത് ദ ഇമേജ് ഓഫ് ആൻ ഓൾഡ് പോണ്ട് which represent the continuity of tradition. അപ്പോൾ ഈ ഓൾഡ് പോണ്ട് എന്ന് പറയുന്നത് എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഒരു ട്രഡീഷൻ്റെ, ഒരു പാരമ്പര്യത്തിൻ്റെ ഒരു കണ്ടിന്യൂറ്റിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആ ഒരു കണ്ടിന്യൂറ്റിയാണ് ഇവിടെ ബാഷോ ബ്രേക്ക് ചെയ്യുന്നത്. The frog jumping into the water disturbed the peace of the pond. Conventionally, the frogs and their cries are markers of season in haiku. However, this poem breaks away from the tradition as only noise comes from the frog is that of jumping in the water. It is water itself that becomes the source of the sound that disturbs the silence. വളരെ ക്വയറ്റായിരിക്കുന്ന ഒരു ഓൾഡ് പോണ്ട് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് കണ്ടിന്യൂറ്റി ഓഫ് ട്രഡീഷനെയാണ്. അതിലേക്ക് ഫ്രോഗ് എടുത്ത് ചാടുന്ന സമയത്ത് ആ ഒരു വെള്ളത്തിൽ നിന്നാണ് ആ ഒരു സൗണ്ട് വരുന്നത്. ആ ഒരു ക്വയറ്റ്നെസ് നഷ്ടപ്പെടുകയാണ്, ആ ഒരു പീസ് നഷ്ടപ്പെടുകയാണ് ഈ ഒരു ഫ്രോഗ് ചാടുന്ന സമയത്ത്. അവിടെയാണ് എന്ത് സംഭവിക്കുന്നത്? ട്രഡീഷൻ ബ്രേക്ക് ചെയ്യുന്നത്. Next, you answer the following questions in long essay in 300 words.
കമൻറ്റ് ഓൺ ബാഷസ് കോൺട്രിബ്യൂഷൻ ടു വേൾഡ് പോയട്രി. അപ്പോൾ ലോങ്ങസ്റ്റ് ആണ് 300 വേർഡ്സിനുള്ള. ബാഷോയുടെ വേൾഡ് പോയട്രിയിൽ ബാഷോയുടെ കോൺട്രിബ്യൂഷൻസ്, ബാഷോയുടെ സംഭാവനകൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചിട്ട് കമൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. മാറ്റ്സോ കിൻസാഗോ വാസ് എ മാസ്റ്റർ ഓഫ് ഹൈക്കു. ഹിസ് വർക്ക്സ് എക്സ്പ്ലോർ ദ നാച്ചുറൽ വേൾഡ് വൈൽ റിഫ്ലക്റ്റിംഗ് ഓൺ ഹിസ്റ്റോറിക്കൽ ആൻഡ് ലിറ്റററി കൺസേൺസ്. മാറ്റ്സോ കിൻസാഗോ ആണ് ബാഷോ എന്ന പെന്നേമിൽ അറിയപ്പെടുന്നത്. അദ്ദേഹം ഹൈക്കൂവിൽ മാസ്റ്റർ ആയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വർക്ക്സൊക്കെ നാച്ചുറൽ വേൾഡിനെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദ മോസ്റ്റ് പ്രൊമിനൻറ്റ് നെയിം അസോസിയേറ്റഡ് വിത്ത് ഹൈക്കു ഇസ് ദാറ്റ് ഓഫ് ബാഷോ. ഹൈക്കു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ആ ഒരു നെയിം എന്ന് പറയുന്നത് ബാഷോൻ്റെ പേരാണ്. A haiku is a traditional Japanese poem of 17 syllables and arranged in 3 short unrhyming lines. അപ്പോൾ ഹൈക്കു നമ്മുടെ ബാഷോയുടെ ഒരു കോൺട്രിബ്യൂഷനാണ് ഹൈക്കു എന്ന് പറയുന്നത്. ഹൈക്കു എന്ന് പറഞ്ഞാൽ ഒരു ട്രഡീഷണൽ ജാപ്പനീസ് പോമാണ്. ടോട്ടൽ 17 syllables ആണുള്ളത്. 3 lines ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. His rank are historically important in development of the form of the haiku. രംഗ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്, ഒരു പോയറ്റിക് ഫോമാണ് ഹൈക്കൂവിൽ നിന്നാണ് പറയുന്നത്. ദ സിമ്പിൾ ഡിസ്ക്രിപ്റ്റീവ് മൂഡ് ആൻഡ് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ് ഓഫ് ടു ഇൻഡിപെൻഡൻറ്റ് ഫിനമിന ബിക്കെയിം ദ ഹോൾമാർക്ക് ഓഫ് ബാഷോ സ്റ്റൈൽ. പിന്നീട് ബാഷോയുടെ സ്റ്റൈൽ എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്റ്റീവ് മൂഡാണ് ബാഷോക്കുള്ളത്. അതുപോലെ കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റൊക്കെ അദ്ദേഹം നടത്തുന്നുണ്ട്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ഹോൾമാർക്കാണെന്നാണ് പറയുന്നത്. ദ നാരോ റോഡ് ടു ദ ഡീപ്പ് നോർത്ത് ഡിസ്ക്രൈബിംഗ് ദ വിസിറ്റ് ടു നോർത്തേൺ ജപ്പാൻ ഈസ് വൺ ഓഫ് ദ ലവ്ലിയസ്റ്റ് വർക്ക്സ് ഓഫ് ജാപ്പനീസ് ലിറ്ററേച്ചർ. ബാഷോയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് ദ നാരോ റോഡ് ടു ദ ഡീപ്പ് നോർത്ത് എന്ന് പറയുന്നത്. അത് ജാപ്പനീസ് ലിറ്ററേച്ചറിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലവ്ലിയസ്റ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ്. അദ്ദേഹം നോർത്തേൺ ജപ്പാനിൽ വിസിറ്റ് ചെയ്ത സമയത്ത് അതിനെക്കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു വർക്കാണ് ദ നാരോ റോഡ് ടു ദ ഡീപ്പ് നോർത്ത് എന്ന് പറയുന്നത്. ബാഷസ് വർക്ക് ഈസ് ഹൈലി റിഗാർഡഡ് ഫോർ ഇറ്റ്സ് ഡെപ്ത് ആൻഡ് സിംപ്ലിസിറ്റി. അതുപോലെ ബാഷോൻ്റെ വർക്ക് കൂടുതലായിട്ട് അറിയപ്പെടുന്നത് അതിൻ്റെ സിംപ്ലിസിറ്റിയിലും ഡെപ്തിലുമാണെന്നാണ് പറയുന്നത്. ഹി ഓഫൻ യൂസസ് സിമ്പിൾ ലാംഗ്വേജ് ടു ഇവോക്ക് പവർഫുൾ ഇമോഷൻസ് ആൻഡ് ഇമാജിൻസ്. അദ്ദേഹം വളരെ സിമ്പിൾ ലാംഗ്വേജാണ് യൂസ് ചെയ്യുന്നത്, പക്ഷേ അതിൽ കൺവേ ചെയ്യുന്നത് പവർഫുൾ ആയിട്ടുള്ള ഇമേജസ് ആണെന്നാണ് പറയുന്നത്. മെനി ഓഫ് ഹിസ് പോംസ് റിഫ്ലക്ട് ദ ഫിലോസഫി ഓഫ് സെൻ ബുദ്ധിസം. അദ്ദേഹത്തിൻ്റെ ഒരുപാട് പോംസ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് സെൻ ബുദ്ധിസത്തിൻ്റെ ഫിലോസഫിയാണ്. ദ എംഫസൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലിവിങ് ഇൻ ദ പ്രസൻറ്റ് മൊമെൻറ്റ് ആൻഡ് അപ്രിഷിയേറ്റിംഗ് ദ ബ്യൂട്ടി ഓഫ് ദ നാച്ചുറൽ വേൾഡ്. അതായത് ഈ ഒരു സെൻ ബുദ്ധിസം എംഫസൈസ് ചെയ്യുന്നത് ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കുക, സീസ് ദ ഡേ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റാണ്. അവർ നാച്ചുറൽ വേൾഡിൻ്റെ ബ്യൂട്ടീനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ബാഷോസ് പോംസ് വർ ട്രാൻസ്ലേറ്റഡ് ഫ്രം ജാപ്പനീസ് ടു മെനി ലാംഗ്വേജസ്. അതായത് ബാഷോൻ്റെ പോംസൊക്കെ ഒരുപാട് ലാംഗ്വേജസിലേക്ക്, ജാപ്പനീസിൽ നിന്ന് ഒരുപാട് ലാംഗ്വേജസിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. വേൾഡ് പോയട്രിയിൽ തന്നെ ബാഷോ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.